അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അസ്മാഉൽ ഇഷാരത്തി ലിൽ കരീം, അടുത്തുള്ള അസ്മാഉൽ ഇഷാര. ഓക്കെ, ഏതൊക്കെയത്? ഉദാഹരണങ്ങൾ നോക്കാം. ഹാദാ ത്വാലിബുൻ, ഇതൊരു വിദ്യാർത്ഥിയാകുന്നു. ഹാ ഉലായി തുല്ലാബുൻ, ഇവർ വിദ്യാർത്ഥികളാകുന്നു. ഇതിൻ്റെ സ്ത്രീലിംഗം ഹാദിഹി ത്വാലിബത്തുൻ, ഇതൊരു വിദ്യാർത്ഥിനിയാകുന്നു. ഹാ ഉലായി ത്വാലിബാത്തുൻ, ഇവർ വിദ്യാർത്ഥിനികളാകുന്നു. അപ്പോൾ സ്ത്രീകളായ പുരുഷന്മാരായാലും ഹാദൻ്റെ ബഹുവചനം ഹാ ഉലായി. അടുത്തത് നോക്കൂ. ദാലിക ത്വാലിബുൻ, അതൊരു വിദ്യാർത്ഥിയാകുന്നു. ബഹുവചനം ഉലായിക തുല്ലാബുൻ, അവർ വിദ്യാർത്ഥികളാകുന്നു. സ്ത്രീലിംഗം തിൽക ത്വാലിബത്തുൻ, അതൊരു വിദ്യാർത്ഥിനിയാകുന്നു. ഉലായിക ത്വാലിബാത്തുൻ, അവർ വിദ്യാർത്ഥിനികളാകുന്നു. ഇപ്പോൾ സ്ത്രീലിംഗമായാലും ബഹുവചനായാലും ഉലായിക തന്നെ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. ഇനി ബുദ്ധി ഇല്ലാത്തത് നോക്കാം. ഗൈറ് ആക്കിൽ, അസ്മാഉൽ ഇഷാരത്തി ലിൽ കരീം ഗൈരിൽ ആക്കിൽ, അടുത്തുള്ള അസ്മാഉൽ ഇഷാരകൾ അത് ബുദ്ധി ഇല്ലാത്തത്. ഹാദാ ബൈത്തുൻ, അതിൻ്റെ ബഹുവചനം ഹാദിഹി ബുയൂത്തുൻ. ഇനി ഹാദിഹി സയ്യാറത്തുൻ, ഹാദിഹി സയ്യാറാത്തുൻ ബഹുവചനം. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. ഇനി അസ്മാഉൽ ഇഷാരത്തി ലിൽ ബഈദ്, ദൂരമുള്ള അസ്മാഉൽ ഇഷാര ഗൈറ് ആക്കിൽ, ബുദ്ധിയില്ലാത്ത. ദാലിക ബൈത്തുൻ, തിൽക ബുയൂത്തുൻ, ഇതൊരു വീടാകുന്നു, അതൊരു വീടാകുന്നു. ഇനി ബഹുവചനോ തിൽക സയ്യാറത്തുൻ, ഇതൊരു കാറാകുന്നു, അതൊരു കാറാകുന്നു. തിൽക തന്നെ അത്, തിൽക സയ്യാറത്തുൻ, അതൊരു കാറാകുന്നു. ഇനി ബഹുവചനോ തിൽക സയ്യാറാത്തുൻ, അത് കാറുകളാകുന്നു. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും.